ചേട്ടന്റെ കരിയറിൽ മറക്കാനാവാത്ത ഒരു സ്റ്റാറാണ്. ചേട്ടന് നന്നായി ചെയ്യുന്നു എന്ന് ഒരുപാട് പേര് അഭിനന്ദിച്ച ഒരു വ്യക്തിയാണ് NF വർഗീസ്. അപ്പൊ അദ്ദേഹത്തെ ഒന്ന് ഓർമ്മിക്കാതെ നമ്മൾ ഈ എപ്പിസോഡ് തുടരുന്നത് ശരിയല്ല. എന്ത് പറയണോ? തീർച്ചയായിട്ടും അദ്ദേഹം പറയും. പത്രം എന്ന സിനിമയിൽ അദ്ദേഹം പറഞ്ഞൊരു ഡയലോഗാണിത്. വിജയകുമാർ എന്ന് പറയുന്ന നടൻ്റെ മുമ്പിൽ, അടിച്ചതാരാടാ നിന്നെ, ആണ്ടവനോ അതോ സേഡ്ജിയോ? അടിച്ചതല്ല, ചവിട്ടിയതാ അല്ലേടാ, അതും ഷൂസിട്ട കാലുകൊണ്ട്. ആണ്ടവൻ, ഇത് നിന്റെ കോയമ്പത്തൂരിലെ മായാണ്ടിക്കൊപ്പമല്ല, കൊച്ചിയ, വിശ്വനാഥൻ്റെ കൊച്ചി. എനിക്കറിയാൻ പിന്നെ ഇതിൻ്റെ പ്രശ്നങ്ങൾ. കെട്ടുപ്രായം കഴിഞ്ഞു നിൽക്കുന്ന 3 സഹോദരിമാരുടെ ഭാരം ചുമല്ലെറ്റുന്ന ഒരുവന് ഒരു രാത്രി കൊണ്ട് ലോകം മുഴുവൻ പിടിച്ചു പറ്റണമെന്ന് തോന്നാം. വിളിച്ച് പറ നിൻ്റെ മമ്മയോട്. ഓക്കെ പിന്നെ, ഓക്കെ. നല്ലതാണെങ്കിൽ നല്ലതാന്ന് പറ. ചേട്ടാ കലക്കേട്ടാ. NF വർഗീസ് അദ്ദേഹത്തെ ഒത്തിരി പേര് അനുകരിച്ച് കേട്ടിട്ടില്ല. പക്ഷെ ചേട്ടന് തരാൻ ഇപ്പൊ എന്തെങ്കിലും ഒരു സമ്മാനം തരണമെന്നുണ്ട് എനിക്ക്. ആയിക്കോട്ടെ, അതേ ആയിക്കോട്ടെ. ചേട്ടാ ഒരു സമ്മാനം എന്താ പറയാ, വലിയ ഉപകാരത്തെക്കാളും നല്ലതാണ് ഇത്. തീർച്ചയായിട്ടും തലേണ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്ന എങ്ങനെ കാണിച്ചേട്ടാ? ഇപ്പൊ പലരും പല രീതിയിൽ പോസ് ചെയ്യാറുണ്ട്. അപ്പൊ ചേട്ടന്റെ അടുത്ത് പലരും ചേട്ടാ ഒരു ആരാധകനാണ്, റിമിയും കൂടെ പിടിച്ചിട്ടുള്ള പോസ്. അങ്ങനെയാണെങ്കിൽ ഇതുണ്ടോ പരിപാടിയാണ്. ചേട്ടൻ ഇപ്പൊ എന്താ പറയാ, യൂട്യൂബ് എന്ന് പറയുന്ന ഒരു മീഡിയ തന്നെയാണ് ശരിക്കും. അത് അത്രയും ഹിറ്റ് ആവും. ഇപ്പൊ ഗംഗം സ്റ്റൈൽ എന്നുള്ള പാട്ട്, അതുപോലെ വൈദീസ് കൊലവെറി, ഇതൊക്കെ യൂട്യൂബിലൂടെ ഹിറ്റാണ് കൂടുതലായിട്ടും. അതേപോലെ ചേട്ടൻ എന്തൊരു യൂട്യൂബിൽ എന്തെങ്കിലും സംഭവം ചെയ്തോ? നമ്മൾ ചെയ്തത് സുഗുണ സ്റ്റൈൽ. അതെന്താണത്? അത് യൂട്യൂബിൽ കണ്ടോ? ഞാൻ കണ്ടില്ല, ഞാൻ ഇപ്പൊ കാണും. അത് കുഴപ്പമില്ല, എനിക്ക് തന്നെ കണ്ടിട്ട് നമ്മളൊരു സാറ് ചെയ്തിട്ട് നമുക്ക് അല്ല, അത് നമുക്ക് കൊരുത്തിരിപ്പ് വന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം അത് അത്ര പോരാന്നാ. നമ്മൾ ആസ്വദിച്ച് ചെയ്താൽ നന്നായെന്നായിരിക്കും അതിന്റെ അർത്ഥം, അല്ലേ? അങ്ങനെ ചേട്ടൻ ഇത്ര തോന്നത്തക്ക രീതിയിൽ അതെന്താ വ്യത്യാസം പുലർത്തേക്കുന്ന? അല്ല, അതിനകത്ത് ഒന്നാമത് അതിന്റെ ഷോട്ട് കട്ടിങ്ങും അതിന്റെ ക്യാമറയും അതൊക്കെ ഭയങ്കര ഗംഭീരമാണ്. പിന്നെ ഒരു 1968 ഒരു വണ്ടിയാണ് നമ്മൾ അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്, ഓടിക്കുന്നത്. പിന്നെ കൽക്കട്ട അതിലുള്ള പെൺകുട്ടികളായിരുന്നു ഡാൻസ്. പിന്നെ നല്ലൊരു മനുഷ്യനായിരുന്നു ഡയറക്ടർ ഷൈബിൻ. പിന്നെ എനിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി, അതായത് എൻ്റെ ആ ഷേപ്പൊക്കെ ആക്കിയെടുത്ത് തന്നെ ഗ്ലാസ് ഒക്കെ വെച്ചിട്ട്. ശരി ശരി. പക്ഷെ എന്തായാലും ഒന്ന് കാണാട്ടോ, യൂട്യൂബിൽ അത് എടുത്ത് എല്ലാവരും കാണണം. സുഗുണ സ്റ്റൈൽ അല്ലേ? സുഗുണ സ്റ്റൈൽ എന്തായാലും ഞാൻ കാണും ചേട്ടാ. അതിന്റെ 2 ലൈൻ പാടിക്കപ്പിക്കാം. പിന്നെ 2 ലൈൻ മ്യൂസിക് ഒന്നും ഇട്ടില്ലാലും കുഴപ്പമില്ല. എനിക്ക് അറിയില്ല അതിന്റെ മ്യൂസിക്. ഒന്നും ഇട്ടില്ല, ഞങ്ങൾ പാടും കേട്ടോ. അതേ ഉള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ. സുഗുണൻ സ്റ്റൈൽ. ഓക്കെ സുഗുണൻ സ്റ്റൈൽ. കുട്ടിയിലിട്ട കോഴിക്ക് പാട്ടു പാടാൻ ആശ, ചിങ്കണ്ടിക്കും മനയൻ നാനും പാറി നടക്കാൻ ആശ, ഈ നാട്ടുകാർക്ക് മുഴുവനും ഇന്ന് ലോട്ടറി കിട്ടാൻ ആശ, ആയി മോഹങ്ങൾ എന്നും ആശ. ഓക്കെ സുഗുണൻ സ്റ്റൈൽ. ഓക്കെ സുഗുണൻ സ്റ്റൈൽ. സൂപ്പറായിട്ടുണ്ട്. അത് ആ പാട്ടൊക്കെ എങ്ങനെ പാടാനത് ഓഫ് ബീറ്റ് ഒക്കെയാണ്. നല്ല രസമായിട്ടുണ്ട് ചേട്ടാ. ആ ചേച്ചി എന്ത് ഭാഗ്യവതിയാ ചേട്ടാ. എന്റെ ഭാര്യ അല്ലാണ്ട് പിന്നെ ഏത് ചേച്ചിയാ? അല്ല, ആ ചേച്ചി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഞാൻ ഓർത്തേ ആ ചേച്ചി ഇങ്ങനെ പറയും, ഇങ്ങനെ ആ ചേച്ചി എന്ത് ഭാഗ്യം. ഇല്ല ഏട്ടാ, ചേട്ടനെ പറ്റി അങ്ങനെ ഒരു അപകീർത്തി ഒന്നും ഇതുവരെ ആരും കേട്ടിട്ടില്ല. അങ്ങനെ പറയിപ്പിക്കൂല, നല്ലതേ പ്രവർത്തിക്കൂല. അങ്ങനെയുള്ള ചേട്ടൻ പിന്നെ ആ ചേച്ചി എന്ന് പറയുമ്പോ തന്നെ ഏത് ചേച്ചി എന്നുള്ള ചോദിക്കേണ്ട കാര്യമില്ല. ഇല്ല, ധൈര്യമായിട്ടും പറയാലോ. ആ ചേച്ചി എന്ന് പറയുമ്പോ എന്റെ മതത്തിലെ ആ ചേച്ചിയല്ല, ഇത്താന്ന് പറഞ്ഞാ ഓക്കെ. ഞാനിപ്പോ ഓർത്ത് ഏത് ചേച്ചി ഇത്, എന്നാ പരിപാടിയാണ് ചെയ്ത്. ഇത്തണ്ടല്ലോ ഇത്താത്തയുടെ പേര്? ഇത്താത്തയുടെ പേര് ആരിഫ. വിളിക്കുന്ന സിമി. സിമി ആരിഫ, വീട്ടിൽ വിളിക്കുന്ന സിമി. യാതൊരു ബന്ധവുമില്ല. കുഴപ്പമില്ല, എന്നാലും കുറച്ച് എളുപ്പത്തിൽ വിളിച്ചു. ആരിഫ ഇഷ്ടമല്ല, അവർക്ക് സിമിനെ വിളിക്കുന്നത്. സിമിത്താത്ത എത്ര ഭാഗ്യം ചെയ്താണ്. ഭാഗ്യം ചെയ്താ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു പെണ്ണ് കാണാൻ പോയി, ആ പെണ്ണ് ഇഷ്ടപ്പെട്ടു, കല്യാണം കഴിച്ചു. ഒറ്റ പെണ്ണ കണ്ടുള്ളൂ, ആ പെണ്ണ് കല്യാണം. ഇത്ര ആദ്യ ദൃഷ്ടി തന്നെ, ഇത്ര ആദ്യ സമാഗമത്തിന് ഇത്ര അനുരാഗ വിവശനായ കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്നാമത് എന്റെ ഒരു റിലേഷനാണ്. അങ്ങനെ വന്നു. പുള്ളിക്കാരി ഇപ്പൊ ഹാപ്പിയാണ്. ജാഫർക്കയിൽ നിന്നും പുള്ളിക്കാരി കണ്ട ഒരു ജാഫർക്കയിൽ നിന്നും ഒരുപാട് ഉയർന്നിരിക്കുന്നു. ജാഫർക്കയുടെ ഉയർച്ചയെ പറ്റി പറയാനാണെങ്കിൽ ഇനി ഇറങ്ങാനുള്ള സിനിമ ഇറങ്ങാനുള്ളത് ഇപ്പം ജയസൂര്യയുടെ പിക്മാൻ, നല്ലൊരു പടമായിരിക്കും. അസലായിട്ട് ജയസൂര്യ അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ ഹരിശ്രേഷം ഞാൻ ഉഗ്രം വേഷം ചെയ്തിട്ടുണ്ട്. അതിന്റെ സൈഡിൽ ഞാനൊരു നല്ല വേഷം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ബല്ലാത്ത പഹയൻ എന്ന് പറഞ്ഞിട്ടൊരു ഇപ്പൊ ഡബിങ് ആയിരുന്നു. അത് നമ്മുടെ മറിമായൻ ടീമിന്റെ മറിമായ, അതിനകത്ത് നല്ല മണികണ്ഠനൊക്കെ അസലായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ നിയാസാണ്, കലാഭവൻ നവാസിന്റെ ചേട്ടൻ നിയാസാണ് ഡയറക്ടർ.
വേറൊരു വ്യക്തിയാണ് ആ പടം. അങ്ങനെ ഇത്രയും പടങ്ങൾ സിനിമയിലും കൂട്ടുകാരിലും നാട്ടുകാരിലും ഒക്കെ എന്നും ചേട്ടൻ ഇവൻ എൻ്റെ കൂടെ നിന്നതുകൊണ്ട് അല്ലെങ്കിൽ ഇവൻ എൻ്റെ കൂടെ മരണം വരെ ഉണ്ടാവും എന്നൊക്കെ തോന്നിപ്പോകുന്ന കുറച്ച് ആത്മാർത്ഥ സുഹൃത്തുക്കളുടെ പേര് പറയാനാണെങ്കിൽ 1-2 പേരുടെ പേര് പറയാൻ പറ്റുമോ? പിന്നെ അയ്യോ എന്നാ പരിപാടിയാണ്. അതായത് എൻ്റെ ആത്മസുഹൃത്തുക്കൾ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു അഞ്ജലി പ്രദീപ്, ഏറ്റവും അടുത്ത സുഹൃത്ത് അഞ്ജലി പ്രദീപ്, ഒരു ഹോട്ടൽ സംഭവമാണ്. അതുകൂടാതെ ഉള്ള വിശ്വനാഥൻ, കലാഭവനിലുണ്ടായിരുന്ന വിശ്വനാഥൻ. പിന്നെ ഇപ്പം നമ്മൾ കളിയാക്കി പറഞ്ഞില്ലേ ചട്ടി സന്തോഷ് എന്നാണ് അവരുടെ പേര്, ഞാൻ വിളിക്കുന്ന അങ്ങനെ. അത് പിന്നെ എൻ്റെ നാട്ടിൽ ഉണ്ട് ഇഷ്ടംപോലെ, എൻ്റെ അയൽവക്കത്തും ഒക്കെ ഉള്ള എൻ്റെ നല്ല നല്ല കൂട്ടുകാർ. നാട്ടുകാർക്ക് ചേട്ടൻ എന്നും ഒരു പൊന്നോമന തന്നെയാണ് അല്ലേ? പൊന്നോമനാണ്. എൻ്റെ ഒരു ഗൾഫിലൊരു സലീം എന്ന് പറഞ്ഞ വണ്ടി ഓടിക്കുന്ന ഒരു. അതുകൊണ്ട് ഒരു ചെറിയ പ്രശ്നങ്ങൾ വരുന്നത്, നാട്ടിലിപ്പോൾ ഒരു ഗാനമേള, നാട്ടിൽ മിമിക്രി, നാട്ടിലൊരു ഉദ്ഘാടനം വരുമ്പോൾ നമ്മുടെ സിനിമ നമ്മുടെ സ്വന്തം ജാഫർക്കയുണ്ട്, ജാഫർക്ക് ഇടപെട്ട് കഴിഞ്ഞാൽ ആരെയും വിളിച്ചുകൊണ്ട് വരും എന്നൊരു ധാരണയുണ്ടോ? അങ്ങനെയൊക്കെ ഉണ്ട്. അത് കുറച്ച് പൊല്ലാപ്പാവണം. അത് പൊല്ലാപ്പെന്ന് പറഞ്ഞാൽ ഞാൻ മാക്സിമം ഒരു കാര്യം ചെയ്യും, ഞാൻ അവരോട് പറഞ്ഞ് മനസ്സിലാക്കും. നമ്മളിപ്പോൾ വരുന്ന പോലെ അല്ലടാ, വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും വണ്ടിക്കാശോ കൊടുക്കണം. അങ്ങനെ എനിക്കൊരു അനുഭവം ഉണ്ടായി. തിലകഞ്ചേട്ടൻ ഈ പടത്തിൽ നിന്നൊക്കെ അമ്മ സംഘടന എന്നൊക്കെ മാറിയുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് ഒരു സാഹിത്യമായിട്ട് ടച്ചുള്ള ആരെങ്കിലും വേണമെന്നൊരു തിലകഞ്ചേട്ടനെ കൊടുക്കാമെന്ന് പറയുമ്പം തിലകഞ്ചേട്ടനെ ഈ വിളിച്ച ആൾ പറയല്ലേ, എന്നാൽ തിലകഞ്ചേട്ടൻ മതി, തിലകഞ്ചേട്ടൻ മതി, റെഡിയാത്. എന്താ എങ്ങനെയാ അപ്പം നമുക്ക് പറയണ്ട, തിലകഞ്ചേട്ടൻ എവിടെ നിന്ന് വരുന്നോ അവിടെ നിന്ന് വന്നിട്ട് തിരിച്ചു പോകുന്ന വണ്ടിക്കൂലി കൊടുക്കുന്നു. അങ്ങനെയൊക്കെ വിളിച്ച് അവർക്ക് അതുകൊണ്ടുള്ള ഗുണം എന്താണ്? പക്ഷെ കൈരളി അങ്ങനെയല്ല കേട്ടോ. കൈരളി തരാൻ പോകുന്ന കാണുമ്പോൾ ചേട്ടൻ ഒന്ന് ഞെട്ടൂരാനോടാണോടാ നിന്റെ കളി എന്ന് ചേട്ടൻ ചോദിക്കും. എന്തായിരിക്കും നെക്സസ് അപ്ലയൻസസിന്റെ ഒരു ഉഗ്രൻ ഇൻഡക്ഷൻ കുക്കർ, അതും ഇടുക്കിയിലെ തണുപ്പിൽ നല്ലൊരു കട്ടൻ ചായ വെക്കണമെങ്കിൽ ഈ ഇൻഡക്ഷൻ കുക്കറിനോട് വെച്ച് കഴിഞ്ഞാൽ അങ്ങ് കട്ടൻ ചായ സെക്കൻഡിനുള്ളിൽ നല്ല പതഞ്ഞ ചായയായിട്ട് വരും. ഇൻഡക്ഷൻ കുക്കർ ഇതാ എത്തിച്ചേർന്നിരിക്കുന്നു. പെട്ടെന്ന് നാട്ടിന്റെ താത്താക്കൊണ്ട് കൊടുക്കട്ടെ. ഹലോ, ഒത്തിരി ഹൈറ്റുള്ള ഒരാളൊന്നും ചേട്ടന് സമ്മാനം തന്നൊരു ചേട്ടൻ ഇങ്ങനെ എത്തിപ്പിടിക്കാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ടോ? ഇല്ല, അതല്ലേ കാണ്ടഹാറില് അമിതാഭ് ബച്ചൻ സാറിന്റെ അടുത്ത് നിൽക്കുന്ന സമയത്ത് ഞാൻ ഇച്ചിരി മാറി നിന്നു പുറയിലേക്ക്. അത് ഞാൻ പറയാൻ പറ്റുമായിരുന്നു. അപ്പൊ ലാലേട്ടൻ പെട്ടെന്ന് മാറി നിന്നിട്ട് അത് ഞാൻ മറക്കാനായിട്ട് എൻ്റെ മനസ്സിൽ നിന്ന് പെട്ടെന്ന് ഇവരൊക്കെ നിന്ന് എടുക്കേണ്ട ആവശ്യമുള്ളൂ. പെട്ടെന്ന് പുള്ളി ഇവിടെ നിന്ന് ഹലോ ജാഫർ വരൂ, അവിടെ നിൽക്കില്ല, ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞിട്ട് ഇടയ്ക്ക് കയറ്റി നിർത്തി. അന്നേരം കാണിച്ചൊരു മാന്യതയാണ്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഈ സമ്മാനദാനം നിർവഹിക്കുന്നത് അമിതാഭ് ബച്ചനാണെന്ന് കണക്ക് കൂട്ടിക്കൊണ്ട് ചാണ്ടിപ്പി സമ്മാനം ഇവിടെ നിന്ന് മേടിച്ചു. അപ്പൊ ഞാൻ പറയും നൽകുന്ന ഒരു കിടുക്കൻ ഇൻഡക്ഷൻ കുക്കർ ഇത്താത്താക്ക്. അപ്പൊ ഒരു കാര്യം ചേട്ടാ, പോണതിന് മുമ്പേ എന്തെങ്കിലും രണ്ടുപേരും കൂടെ പാടിയിട്ട് പോയി കഴിഞ്ഞാ അഹങ്കരിക്കൊന്നും വേണ്ട. ഒരു കാര്യം ഞാൻ പറയാം, ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും വേറൊരു സിനിമാ നടിയുടെ ഒരു മുഖം വരുന്നുണ്ട്. എല്ലാവരും ഇവിടെ നിന്ന് ഫ്ലോറിൽ ഇരിക്കുന്ന എല്ലാവരും ഇവിടെ നാട്ടുകാരും പറയും കനക കനക പൂക്കാലം വന്നു പൂക്കാലം സ്ലോ മോഷൻ